ഈ ഒരു വാർത്തകൾ ശ്രദ്ധിച്ചോ? ഒരു പെൺകുട്ടി 19 വയസ്സുള്ള ഒരു പെൺകുട്ടി ഗർഭിണിയായിട്ട് അബോർഷൻ്റെ ഗുളിക കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ വന്നിക്കാണ്. ഇവരുടെ കൂടെ 2-3 യുവാക്കളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇവർ വയ്യാന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് നേരെ വാഷ്റൂമിൽ കയറിയിട്ട് ഇവരതിൽ പ്രസവിച്ചിട്ട് ആ പ്രസവിച്ച കുഞ്ഞിനെ ഇവർ ഫ്ലഷ് അടിച്ച് കളഞ്ഞു ക്ലോസറ്റിലിട്ടിട്ട്. എന്ത് മനുഷ്യരല്ലേ നമ്മുടെ നാട്ടിലെ! എങ്ങനെ ഇതിനൊക്കെ പറ്റുന്നത്? എന്നിട്ടിപ്പോൾ ഹോസ്പിറ്റലുകാർ ഇവിടെ വന്നതിൻ്റെ ശേഷം പുറത്തേക്ക് ഇറങ്ങി ആകെ ക്ഷീണിച്ച് വന്നതിൻ്റെ ശേഷം പറഞ്ഞു, ഇങ്ങനെ ഞാൻ പ്രസവിച്ചു, ഞാൻ ക്ലോസറ്റിലിട്ട് ഫ്ലഷ് അടിച്ച് കളഞ്ഞതാണ്. അങ്ങനെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് കുഞ്ഞിനെ എടുത്ത് ആ കുഞ്ഞ് മരിച്ചുപോയി. അതായത് നമുക്കൊരു ഈ മനുഷ്യന്മാരുടെ ഉള്ളിലേ ഈ ലജ്ജ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാതാവുക, അതോടൊപ്പം തന്നെ കുറേ ആൺ സുഹൃത്തുക്കൾ ഉണ്ടായിട്ട് അവരുമായിട്ട് സെക്സ് ചെയ്യുക. ഇതിൻ്റെ എൻ്റെ എന്താണെന്നുള്ളതിൻ്റെ കേരളത്തിൻ്റെ ഒരു ചിത്രമാണ് ഞാനീ പറഞ്ഞത്. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഈ സംഭവം ഉണ്ടായത്. തിരുവല്ലയിലുള്ളൊരു പെൺകുട്ടിയാണ്, 19 വയസ്സേ ഉള്ളൂ. ആരാണ് ഇതിന് ഉത്തരവാദി എന്നുള്ളത് പോലീസ് കണ്ടുപിടിക്കട്ടെ. ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും ആരുമായിട്ടും ഒരു ലൈസൻസും ഇല്ലാത്തൊരു കാലമാണ്. നമ്മളിത് പറയുമ്പോൾ നമ്മൾ തന്ത വൈബാണ്, അല്ലെങ്കിൽ നമ്മൾ CCTV ആണ്, മറ്റുള്ളവരെ കാര്യം നോക്കണം. ഇങ്ങനെ തന്തവൈബുമാരും കുറേ മറ്റുള്ളവരെ കാര്യം നോക്കുന്ന CCTVക്കാരൊക്കെ ഉള്ളത് കൊണ്ടാണ് പണ്ട് കാലത്തൊക്കെ പലരും തെറ്റ് ചെയ്യാതിരുന്നത്. ഇന്നിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെന്തും ചെയ്യാം. ഒരാളുടെ കാര്യത്തിൽ വേറെ ഇടപെടാൻ പാടില്ല എന്നാണ്. ഇതൊരു 19കാരിക്ക് അറ്റ്ലീസ്റ്റ് ഒരു സാമാന്യ ബോധ്യം വേണ്ടേ? ഇത് ചെയ്തു കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആവാൻ സാധ്യതയുണ്ട്. പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇതൊന്നുമില്ല. ഇത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, നമ്മൾ നിരന്തരം കേൾക്കുന്നൊരു വാർത്തയെ. ഒന്നാമതായിട്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം. ഇത് ചെയ്തു കഴിഞ്ഞാലുള്ള ഏതൊക്കെ തരത്തിലാണ് കുഞ്ഞുങ്ങളുണ്ടാവാൻ സാധ്യത അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. 2 മൊറാലിറ്റി. നമ്മൾ നന്നായിട്ട് മക്കൾക്ക് മതബോധം കൊടുക്കണം. മതബോധത്തിലൊരു മൊറാലിറ്റി കൂടുതലാണ്. നമ്മളിപ്പോൾ ഒരു മതമൊന്നും ഇല്ലാത്ത ഒരാൾക്കും മൊറാലിറ്റിക്ക് കുറവൊന്നും ഉണ്ടാവില്ല. പക്ഷേ കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഉള്ള പൊതുവെ ആളുകൾ മതബോധമുള്ള ആളുകളാണല്ലോ. പരമാവധി ഒരു മതബോധത്തിലൂടെ വളർത്തുക എന്നുള്ളത് മാത്രമാണ് പരിഹാര മാർഗം. എവിടെ നോക്കിയാലും 9ൽ പഠിക്കുന്ന കുട്ടി സ്വന്തം സഹോദരൻ്റെ പ്രണയം കണ്ടുപിടിച്ച് വീട്ടിൽ പറഞ്ഞതിന് സഹോദരിയുടെ നഗ്ന വീഡിയോകൾ എടുത്തവളെ ലൈംഗികമായിട്ട് മിസ്യൂസ് ചെയ്ത് ഒടുവിൽ ഗർഭിണിയാക്കിയൊരു വാർത്ത കഴിഞ്ഞ ദിവസം ഒരു ഇതിൻ്റെ കൗൺസിലർ പങ്കുവെക്കണ്ടായി. അവരെടുത്ത് വന്നൊരു കേസാണ്. എത്രയാണെന്നറിയോ ഓരോ ദിവസവും അമ്മ തൊട്ടിലുകളിൽ കുട്ടികൾ വരുന്നത്. അതേപോലെ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്ന ശാന്തി ഭവൻ പോലെയുള്ള പല കെയർ ഹോമുകളുണ്ട്. അവിടേക്കൊക്കെ വന്നിട്ട് പ്രസവിച്ചു പോണത്. ഇത്തരത്തിലുള്ള അനാവശ്യമായ ഗർഭങ്ങൾ ആരുമായിട്ടും സെക്സ് ചെയ്തിട്ടാലും വേണ്ടില്ല, ഇത് പ്രസവിക്കുന്നിടത്തേക്ക് എത്തുക. അപ്പോൾ ഇതിൻ്റെ ഒരു കുറവ് എന്ന് പറയുന്നത് കേരളം ഒരു ഭ്രാന്താലയമായിട്ട് മാറി. ഒരു മതബോധം ഉണ്ടാക്കിയെടുക്കണം. ആ മതബോധമാണ് നമ്മുടെ ഉള്ളിലൊരു ധാർമ്മികത ഉണ്ടാക്കുക. അതിന് മാത്രമേ ഇതിനൊരു പരിഹാര മാർഗം ഉണ്ടാവുള്ളൂ.